നിങ്ങൾ പറഞ്ഞു വളരെ കറക്റ്റാണ്. മോട്ടിവേഷൻ നമ്മളെ നന്നായി പ്രചോദിപ്പിക്കുന്നു, നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്നു, നമ്മുടെ മൈൻഡിനെ നിയന്ത്രിക്കുന്നു, എല്ലാം കറക്റ്റാണ്. പക്ഷേ ഒരൊറ്റ കുഴപ്പമുണ്ട് അതിന്, മോട്ടിവേഷന്. എന്താ കുഴപ്പമെന്ന് അറിയാവോ? മാക്സിമം 3 days മോട്ടിവേഷൻ കേൾക്കുന്നു, എക്സസൈസ് ചെയ്യാൻ തുടങ്ങുന്നു, ഞാൻ ഭയങ്കര ബോഡിയൊക്കെ ഫിറ്റാക്കും എന്ന് തീരുമാനിക്കുന്നു, 3 ദിവസം ചെയ്യുന്നു, രാവിലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു, വെളുപ്പിന് എഴുന്നേറ്റ് എല്ലാ എക്സസൈസും ചെയ്യുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ഇതാണ് മോട്ടിവേഷൻ. നമ്മൾ മോട്ടിവേഷൻ കേൾക്കുന്നതൊക്കെ നല്ലതാണ്, എപ്പോഴും നല്ലതാണ്. പക്ഷേ നിങ്ങളത് ലൈഫ് സ്റ്റൈലായിട്ട് നിങ്ങളുടെ ഒരു ജീവിതചര്യയായി ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം ജീവിതത്തിൽ ഒരിക്കലും ആ മോട്ടിവേഷൻ ഒന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മോട്ടിവേഷൻ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ജീവിതചര്യയാണ്. സിമി പറഞ്ഞോളൂ, പറയൂ എന്താണ് ഫോർഗീവ്നെസിന്റെ പ്രാധാന്യത. കാരണം എന്റെ ലൈഫിലും ഒരുപാട് മാറ്റം വരുത്തിയ ഒരു സംഭവം. ഞാനിപ്പോ ഒരു 90 ഡേയ്സിന്റെ ഫോർഗീവ്നെസ് ഒരു 72 days ആയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഡീപ്പായിട്ട് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ പങ്കെടുത്ത പോലെ എനിക്ക് കുറെ നാൾ മുമ്പ് എന്റെ ഒരു ഈഗോ ഇതൊന്നും ശരിക്കും പറഞ്ഞാല് ഫോർഗീവ്നെസ് എന്നുള്ള ഇതിന്റെ വാല്യൂ എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ മനസ്സിനായിട്ട് മുറിവുകൾ ഹീല് ചെയ്യപ്പെടുന്നത് അത് ആ ഫോർഗീവ്നെസ്സിലൂടെ ആണെന്നുള്ളത് ആ ഒരു തിരിച്ചറിവ്, എല്ലാവരെയും ക്ഷമിക്കാനും. അപ്പോഴാണ് ശരിക്കും എനിക്ക് ഉള്ളിൽ നിന്ന് എന്റെ സന്തോഷം തിരിച്ചറിയാൻ, എനിക്ക് സ്വയം സന്തോഷിക്കാനും ഇതെല്ലാം പറ്റില്ല. അപ്പൊ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ഞാൻ ഇതിന്റെ ഒരു പാതയിൽ തന്നെ ആയിരുന്നു. ശരിക്കും യൂണിവേഴ്സൽ എനർജി എന്നെ ഇവിടെ സാറിന്റെ ക്ലാസ്സിൽ കൊണ്ട് എത്തിച്ചതാണ്. തീർച്ചയായിട്ടും ഫലം കിട്ടിയ ഒരാളാണ് ഞാൻ. അതാണ് സാറിനോട് പറഞ്ഞില്ലേ, ഞാൻ ഈ ഹീലിംഗ് എന്നുള്ളൊരു മേഖല എനിക്ക് ഹീല് ചെയ്യപ്പെട്ട ഈ ഒരു മാർഗത്തിൽ കൂടെ തന്നെയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ സാറ് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് രാവിലെ ആ കണ്ണു തുറന്നു തന്നെ കിടക്കയ്ക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും അത് ശരിക്കും ഓരോ ദിവസവും എന്നെ വേറെ ആളാക്കി മാറ്റുമായിരുന്നു. ഞാൻ അത് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഇത് ഷെയർ ഫോളോ ചെയ്യണോണ്ടാണ് ഇതിനകത്ത് വന്നത്. അതായത് പങ്കെടുക്കുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു നല്ലൊരു പുതിയൊരു പാത. എനിക്ക് ഇതുപോലെ മാറ്റം എന്ന് വെച്ചാൽ മാറ്റത്തിന്റെ ഒരു പാതയിലാണ് ഞാനും. എനിക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സിമി, തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ഒരു ഇതിലും ടെൻഷൻ അടിക്കണ്ട. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും പാടാണ്. ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എന്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുപോകുന്നത് പ്രപഞ്ച ശക്തിയാണ്. ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ ഒരു വിശ്വാസിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവമാണ് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും നന്മ ഉപദേശിക്കുക എൻ്റെ കർത്തവ്യമാണ് ഞാനിവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും.